കൈയടിക്കുമ്പം ഈ ലൈറ്റ് അങ്ങ് സ്വിച്ച് ഓൺ ആണ്. ഹലോ, മെറി ക്രിസ്മസ്. അപ്പം എൻ്റെ ഇന്നത്തെ പുതിയ യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല, ബെൽ ബട്ടൺ അമർത്തുന്നില്ല, പിന്നെ നിങ്ങൾ ആരും വീഡിയോസും ഷെയർ ചെയ്യുന്നില്ല. അതൊരു കറക്റ്റ് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ അങ്ങനെ ആവരുത്. നമ്മളൊരു നല്ല സംഭവത്തിൻ്റെ ഒരു വീഡിയോ ആണ്. ക്രിസ്മസ്, ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ക്രിസ്മസ് ട്രീ മേടിച്ചപ്പോൾ അത് അലങ്കരിക്കാനുള്ള ഒരു ചെറിയ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പം എന്താ പറയുക, ട്രീ വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആപ്പിളൊക്കെ കാണിച്ചത്. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണ്ട, അതിനുവേണ്ടി കാത്തിരിക്കണ്ട. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടന്നുകളയാം. ആദ്യം തന്നെ നമുക്ക് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ് അതിലേക്ക് വച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം മെറി ക്രിസ്മസ് തന്നെ ആദ്യമായിട്ട് നമ്മൾ അതിലോട്ടിട്ടു. ഇനി ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കുകയാണ്. ഇത് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെ നിറഞ്ഞ സമയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഒത്തിരി നല്ല നല്ല എന്താ പറയുക, ഓർക്കാൻ ഇഷ്ടമുള്ള അനുഭവങ്ങൾ ഓടി. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണം കഴിഞ്ഞിട്ടുള്ള എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ മനസ്സ് കേട്ടോ. നമ്മൾ ഈ ക്രിസ്മസ് എക്സാം പിന്നെ ഈ ഓണപരീക്ഷ കേൾക്കുമ്പോഴത്തേക്കും ഈ വെക്കേഷൻസിനെ കുറിച്ച് അറിയുക. അത് കഴിയുമ്പോഴത്തേക്കുള്ള എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ്, എൻജോയ്മെൻറ്റ്. ക്രിസ്മസിനൊക്കെ നമ്മൾ പല വീടുകളിലും ഈ പറഞ്ഞ ക്രിസ്മസ് പ്രൊപ്പറേറ്റൊക്കെ പോയി ഡാൻസ് കളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ വലുതായി, എന്നാലും പോകാതിരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. അത് ഏതൊരു ഫെസ്റ്റിവൽ ആയിരുന്നു നമ്മളത് അതിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഞാനപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ എന്താ പ്രായം ഒന്നും നോക്കാണ്ട് നമ്മൾ പിള്ളേരുടെ കൂടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മളും അതേപോലെ ആ ഒരു പഴയ ഒരു ജോയിനസിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പം കൂടുതൽ സംസാരിച്ച് പോരാട്ടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിത് അലങ്കരിച്ചൊക്കെ തുടങ്ങാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാൻ എല്ലാവർക്കും അങ്ങനെയുള്ള കൺസെപ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നത്തെ കൺസെപ്റ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡും റെഡുമാണ് കൂടുതലും തീം വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, റെഡ് ക്യാപ്പ്, ഇതെല്ലാം നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ അത്രയും എന്താ പറയുക, ആ ഒരു മൈൻഡ് സെറ്റും മൂഡും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയി കാണുമെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ വീട്ടിലേക്ക് ക്രിസ്മസ് വരാൻ ഇച്ചിരി ലേറ്റായി. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ഇച്ചിരി തിരക്കിനിടയിലായി പോയി. ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇച്ചിരി ലേറ്റായി പോയി. പക്ഷെ എന്നാലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണല്ലോ. അപ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ട് സാധനങ്ങൾ ഇടുക എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഭാര്യ വലിച്ച് വെട്ടിക്കൂട്ടി ഇട്ടിട്ട് പോകാണ്ട് നമ്മൾ നല്ലവണ്ണം ഒരു കാണാൻ നല്ല രസമായിരിക്കണം, ഭംഗിയായിരിക്കണം, കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകണം എന്നുള്ളൊരു നിർബന്ധക്കാരനാണ് ഞാൻ. അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മൂവിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡും റെഡും ആണ് എൻ്റെ അടുത്ത തീം. ഇത് അലങ്കരിച്ച് കഴിയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഭയങ്കര ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്രിസ്മസ് ട്രീയിൽ ഈ ഗോൾഡും റെഡും കൂടെ കാണുമ്പോഴത്തേക്കും ഭയങ്കര രസമായിരിക്കും നമുക്ക് ആ ട്രീ കാണാനായിട്ട്. ഭയങ്കര അത് ട്രീ ഫുള്ളായിട്ട് കവേർഡ് ആവാനും പാടില്ല, എന്നാൽ ഫുള്ളി കവേർഡ് അല്ലാതാവാനും പാടില്ല. അതൊരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു ഐഡിയ എന്നൊരു മൈൻഡ് സെറ്റ് വെച്ച് വേണം ഈ കാര്യങ്ങൾ മൂവ് ചെയ്യാം. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രീ ഒന്ന് വിടർത്തി ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇന്നിപ്പം ക്രിസ്മസ് പണ്ടൊക്കെ ഞാൻ ഉണ്ടായിരുന്ന സമയം ഞാനൊക്കെ നമ്മളൊക്കെ ഈ പറഞ്ഞ സമയങ്ങളിൽ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ ഗ്രീൻ മാത്രമേ ഉണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇവിടെ സ്നോയുടെ കളറിലൊക്കെ ക്രിസ്മസ് ട്രീ വരുന്നുണ്ട്. പിന്നെ ചില വീട്ടിലൊക്കെ ഞാൻ ഗോൾഡൻ ട്രീ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ നമുക്ക്. അപ്പം അത്രയും നല്ല രസത്തോടു കൂടിയും ഭംഗിയോടുകൂടിയും ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഈ തീം വെച്ചിട്ട്. കാരണം ഓൾറെഡി എൻ്റെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഈ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. മിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെയിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി സാധനങ്ങൾ കയ്യിലുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ എന്തായാലും നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമ്മൾ പുതിയ സാധനങ്ങൾ എന്തായാലും മേടിക്കും.
അതൊക്കെ വെച്ച് ഭംഗിയായിട്ട് നമ്മളിപ്പോൾ അലങ്കരിച്ച് കൊണ്ടുപോവാണ്. ഇതൊക്കെ നമ്മൾ പുതിയ മേടിച്ചതാണ് ഈ പുള്ളിയുടെയൊക്കെ സാധനങ്ങൾ. നല്ല രസമുണ്ട് ഇതൊക്കെ. ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പുതിയതായിട്ട് നമ്മൾ മേടിച്ചു. യെസ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, വെയിറ്റ് ചെയ്ത മൊമെന്റ് കഴിഞ്ഞു. ട്രീ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ വയ്ക്കാനുണ്ട്. ഞാൻ ഒന്നതായത് ഈ സംഭവത്തിൻ്റെയൊക്കെ പുറകിലെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് എങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ എന്തായാലും നല്ല സംഭവമായിട്ടുണ്ട്. അതുപോലെ ഇതെല്ലാം ശരിക്കും ക്രിസ്മസ് പപ്പ കൊണ്ടുവന്ന സാധനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ക്രിസ്മസ് പപ്പയായിട്ടും എല്ലാമായിട്ടും ഞാൻ മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു സംഭവം ഉണ്ട്. അതായത് ട്രീ ടോപ്പർ. അത് ഏറ്റവും അവസാനം വയ്ക്കേണ്ടതാണ്. ട്രീ ടോപ്പറും കൂടെ വച്ചാൽ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അലങ്കരിക്കുന്ന സംഭവം പൂർത്തിയായി. ഇനി അങ്ങനെ അലങ്കരിച്ച് വൃത്തിയിടാക്കാനൊന്നുമില്ല. ഇപ്പൊ കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇനി 2-3 ലൈറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ, ലൈറ്റ്സ് ഓൾറെഡി കുറച്ച് ഞാൻ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്. ബാക്കി ലൈറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഗംഭീരമാവും കാണാനായിട്ട്. ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഞാൻ കൈ അടിക്കുമ്പം ഈ ലൈറ്റ് അങ്ങ് സ്വിച്ച് ഓൺ ആണ്. അതാണ് ഇവിടുത്തെ സുവിശേഷത എന്ന് പറയുന്നത്. എല്ലാം നമ്മൾ അങ്ങനെ യന്ത്രവൽക്കരിക്കുന്ന ജീവിതത്തിൽ കിടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി കൈ അടിക്കാൻ പോവാണ്. അപ്പം ലൈറ്റ്സ് ഓൺ ആവാൻ പോവാണ്. വാവ്, പൊളി അല്ലേ? ഗംഭീരമായിട്ട് നമുക്ക് ഫസ്റ്റ് കത്തി വരുന്നതേ ഉള്ളൂ ലൈറ്റ്. അതിൻ്റെ ആ സ്പീഡും കാര്യങ്ങളും കൂട്ടിയപ്പോൾ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആ ഒരു ട്രീയുടെ ഭംഗി സംഭവം. ഇപ്പോഴും ശരിക്കും ഞാൻ ആ ഒരു തീം അനുസരിച്ച് ആ ഗോൾഡൻ വൈബ്സ് ഉള്ള ആ ഒരു കൂൾ ഒരു വൈബുള്ള ലൈറ്റും കൂടെ മേടിച്ചു. ശരിക്കും രാത്രിയും കൂടെ ആകുമ്പോൾ ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. രാത്രിയും കൂടെ കാണാൻ. അപ്പോൾ ശരിക്കും ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഇറങ്ങുമ്പോൾ മറ്റേ ആ സ്നോ ഉള്ള ട്രീയേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മളെ ഈ ഗ്രീൻ ക്രിസ്മസ് ട്രീ ആണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനി ഒരു സംഭവം കൂടെ ഉണ്ട്. ഞാനിപ്പം ഇവിടുന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ക്രിസ്മസ് വേഷം? ഞാനപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെല്ലാം നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ കൺസെപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ. അപ്പം ഞാൻ ശരിക്കും ഒരു ക്രിസ്മസ് വേഷത്തിൽ നിന്ന് ഈ പറഞ്ഞില്ല, ശരിക്കും ഈ വേഷത്തിൽ നിന്ന് ട്രീ അലങ്കരിക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പുറത്തെ ആൾക്കാർ കാണുമ്പോൾ എന്ത് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടി ഒന്ന് മാന്യമായിട്ടുള്ള വേഷത്തിൽ നിന്നത്. ഇപ്പം ഇത് മാന്യമായിട്ടുള്ള വേഷമല്ല എന്നുള്ളതല്ല, ഇതും നല്ല വേഷമാണ്. ഇതേയുള്ള പ്രത്യേക ക്രിസ്മസ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.